മനുഷ്യജീവിതം ജനനത്തിനും മരണത്തിനുമിടയ്ക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു അടയാളമായി സൃഷ്ടിയിൽ പതിയുന്നു. അതിനെ ശാസ്ത്രം വിളിക്കുന്നത് കർമ്മം എന്ന്. ഈ ലോകത്ത് ഒരു കർമ്മവും അപൂർണമായി അവശേഷമായിരുത്. അതിനാലാണ് പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പറയുന്നത് ദാനം, ദക്ഷിണ, സമർപ്പണം ഇവയില്ലാതെ ഒരു കർമ്മത്തിനും പൂർണ്ണതയില്ലെന്ന്. എന്നാൽ ഈ 3 പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം നമുക്കറിയാമോ? ദക്ഷിണ ഇതൊരു കൂലിയല്ല, ഒരു പ്രതിഫലവുമല്ല. ദക്ഷിണ എന്ന വാക്കിന്റെ അർത്ഥം തെക്കുദിശ, ധർമ്മരാജന്റെയും മൃത്യുവിന്റെയും സംഹാരത്തിന്റെയും ദിശയാണ്. അവസാനം, പൂർത്തീകരണം, സംഹാരം. ഒരു കർമ്മം അവസാനിക്കുന്നുവെന്ന സത്യം പ്രഖ്യാപിക്കുന്നതാണ് ദക്ഷിണ. അതുകൊണ്ടാണ് ദക്ഷിണ നൽകാതെ ചെയ്ത പൂജയും യജ്ഞവും അപൂർണമാകുന്നത്. കർമ്മം ചെയ്തു തീർന്ന നിമിഷം വരെ അതിന്റെ പുണ്യശക്തി പൂജകനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ദക്ഷിണ നൽകുമ്പോൾ പകരത്തിന് പകരം എന്ന പോലെ ആ പുണ്യം യജമാനന്റെ കയ്യിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ദക്ഷിണ കർമ്മത്തിന്റെ അവസാന ഘട്ടമാകുന്നത്. ശാസ്ത്രം അതിശയിപ്പിക്കുന്നൊരു സത്യം കൂടി പറയുന്നു. ദോഷനിവാരണത്തിനായി ചെയ്യുന്ന പൂജ പോലും ഒരു പാപമാണ്. എന്തുകൊണ്ട്? നമുക്ക് വന്ന ദുഃഖം നമ്മുടെ പാപഫലമാണ്. ആ ദുഃഖം അനുഭവിക്കാതെ ഒഴിഞ്ഞു മാറാൻ നാം ശ്രമിക്കുമ്പോൾ അതും ഒരു കർമ്മമായി മാറുന്നു. ആ കർമ്മത്തിന്റെ ഭാരം കുറയ്ക്കുവാനാണ് ദാനം. ദാനമെന്നത് പണം കൊടുക്കലല്ല, ദാനം ത്യാഗമാണ്. തനിക്കു വിലപിടിപ്പുള്ളത് വിട്ടുനൽകൽ. അന്നമുള്ളവൻ അന്നം, വസ്ത്രമുള്ളവൻ വസ്ത്രം, ഭൂമിയുള്ളവൻ ഭൂമി. സ്വന്തം അത്യാസക്തി ഉപേക്ഷിക്കുന്നതാണ് ദാനത്തിന്റെ ആത്മാവ്. എന്നാൽ ദക്ഷിണ അത് ധനരൂപമാണ്. ധനം മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്. ധനം നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത് ധനമെവിടെയും നൽകരുതെന്ന്. ദേവന്, ഗുരുവിന്, പൂജകന് ഇവർക്കേ ദക്ഷിണ സ്വീകരിക്കാനുള്ള അധികാരമുള്ളൂ. ഇവിടെയൊരു വലിയ മുന്നറിയിപ്പ് ശാസ്ത്രം നൽകുന്നു. യാചകർക്ക് പണം നൽകുന്നത് ധർമ്മമല്ല, അത് കരുണയല്ല. കാരണം അവർ നമ്മുടെ കർമ്മഫലം സ്വീകരിക്കാൻ അർഹരല്ല. അവർക്ക് നൽകേണ്ടത് അന്നം, വസ്ത്രം, ഔഷധം, അല്ലാതെ ധനമല്ല. അനർഹസ്ഥലത്ത് ദക്ഷിണ നൽകുമ്പോൾ ലക്ഷ്മി അവിടെ നിൽക്കുകയില്ല. അവസാനം സമർപ്പണം. ദാനം മനുഷ്യന്, ദക്ഷിണ ബ്രഹ്മതുല്യർക്ക്, സമർപ്പണം ഈശ്വരന് മാത്രം. പ്രതിഫലേച്ഛയില്ലാതെ പൂർണ്ണമായി അർപ്പിക്കുന്നതാണ് സമർപ്പണം. ഇന്ന് ദാനം, ദക്ഷിണ, സമർപ്പണം എല്ലാം പണം മാത്രമായി മാറിയിരിക്കുന്നു.